أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم. റിയാദു സാലിഹീനിലെ 13-ാമത്തെ ബാബാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. 13-ാമത്തെ ബാബിൻ്റെ പേര് ബാബുൻ ഫി ബയാനി കസ്രത്തി തുർക്കിൽ ഖൈരി. നന്മയുടെ വഴികളുടെ ആധിക്യം അതിനെ വിശദീകരിക്കുകയാണ്. ബയാൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക, കസ്രത്ത് പറഞ്ഞാൽ ധാരാളിത്തം, തുർക്കിൽ ഖൈരി നന്മയുടെ വഴികൾ. അപ്പോൾ നന്മയുടെ വഴികൾ അത് വ്യത്യസ്ത രീതിയിൽ ധാരാളമായിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഹദീസുകളുടെ ഭാഗങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ബാബിൽ ആദ്യത്തിൽ 2-3 ആയത്തുകളുടെ ഭാഗങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഖാലല്ലാഹു തആല വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. സൂറത്തുൽ ബഖറയിലെ 215-ാമത്തെ ആയത്തിൻ്റെ ഭാഗമാണത്. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ തഫ്അലു മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്ന്, ഫഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു ആ ഒരു കാര്യത്തെ അറിയുന്നവനാകുന്നു. അപ്പോൾ നന്മയുടെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഏതൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിലും ഫഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു തആല, ബിഹി, ആ കാര്യങ്ങളെ കൊണ്ട്, അലീമുൻ, അറിയുന്നവനാകുന്നു എന്ന്. അള്ളാഹു അറിയുന്നവനാകുന്നു എന്നറിഞ്ഞ് പറയുന്നതിൻ്റെ അർത്ഥം അള്ളാഹു അത് രേഖപ്പെടുത്തി വെക്കുകയും പിന്നെ അതിൻ്റെ പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് എന്ന് അറിയിക്കാനാണ്. അല്ലാതെ അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയും, ഈ ഒരു കാര്യം പ്രത്യേകിച്ച് അറിയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നവനാകുന്നു. അപ്പോൾ നന്മയുടെ കാര്യങ്ങളിൽ നിന്ന് ഏതൊരു കാര്യം പ്രവർത്തിച്ചാലും അത് അള്ളാഹു അറിയുകയും അതിന് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. വഖാല തആല വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. മറ്റ് ഒരായത്ത് സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്തിൻ്റെ ഭാഗമായിട്ട് വമാ തഫ്അലു മിൻ ഖൈരിൻ, ഖൈറിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊന്നും യഅലമുഹുല്ലാഹ്, അള്ളാഹു അതറിയുന്നതാണ്, അള്ളാഹു അതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് ഉദ്ദേശം. വഖാല തആല, മറ്റൊരായത്തിൽ അള്ളാഹു പറയാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്ത് സൽസലയിലെ ആയത്താണിത്. ഫമൻ യഅമൽ, ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, മിസ്കാല ദർറത്തിൻ, അണുമണിത്തൂക്കം, ഖൈറൻ, നന്മയെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, യറ, അള്ളാഹു അത് കാണുന്നുണ്ട്, അള്ളാഹു അതിനെ പ്രതിഫലം നൽകുന്നതാണ് എന്ന്. അപ്പോൾ നന്മയുടെ കൂട്ടത്തിൽപ്പെട്ട ഏത് ചെറുതാണെങ്കിൽ പോലും അത് അള്ളാഹു കാണാതെ പോവുകയോ അറിയാതെ പോവുകയോ അല്ലെങ്കിൽ കാണുകയും അറിയുകയും ചെയ്തിട്ട് പ്രതിഫലം നൽകാതെ പോവുകയോ ചെയ്യൂല. നന്മയുടെ കൂട്ടത്തിൽപ്പെട്ട ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ട്, അള്ളാഹു അത് കാണുന്നുണ്ട് എന്നാണ്. ഫമൻ യഅമൽ, നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, മിസ്കാല ദർറത്തിൻ, ഒരു അണുമണിത്തൂക്കം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഖൈറൻ, നന്മയെ പ്രവർത്തിച്ചാൽ, യറ, അള്ളാഹു അത് കാണുന്നുണ്ട് എന്നർത്ഥം. വഖാല തആല, അല്ലാഹു തആല വീണ്ടും പറയാണ് മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി. മൻ അമില സ്വാലിഹൻ, ഒരാൾ സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, ഫലിനഫ്സിഹി, അതിൻ്റെ ഗുണം വന്നു ചേരുന്നത് സ്വന്തം ശരീരത്തിനാകുന്നു, സ്വന്തം നഫ്സിനാകുന്നു എന്ന്. നഫ്സ് പറഞ്ഞാൽ ശരീരം. അപ്പം നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകി അതിൻ്റെ ഗുണം വന്നു ചേരുന്നത് നമുക്കാകുന്നു എന്നാണ്. ഫലി നഫ്സി പറഞ്ഞാൽ അവൻ്റെ നഫ്സിനാകുന്നു എന്നർത്ഥം. മൻ അമില, ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, സ്വാലിഹൻ, ഒരു സൽക്കർമ്മത്തെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഫലി നഫ്സിഹി, അതിൻ്റെ ഗുണം അവനാണ് വന്നു ചേരുന്നത്, അവൻ്റെ ശരീരത്തിനാകുന്നു എന്നർത്ഥം. ഇത് സൂറത്തുൽ ജാസിയയിലെ 15-ാമത്തെ ആയത്താണ്. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടെ പറയാണ് വൽ ആയാത്തു ഫിൽ ബാബി കസീറത്തുൻ. ഈ ബാബിൽ വരുന്ന ആയത്തുകൾ ധാരാളമുണ്ട്. അതായത് നന്മയുടെ ഏത് ചെയ്താലും അള്ളാഹു പ്രതിഫലം നൽകും, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അതിനൊക്കെ പ്രതിഫലം അള്ളാഹു നൽകുകയും അതിൻ്റെ ഗുണമെല്ലാം നമുക്ക് തന്നെയാണ് ലഭിക്കുക എന്നും പറയുന്ന, അതല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി തരുന്ന ആയാത്തുകൾ ധാരാളമുണ്ട് എന്ന്. അമ്മല്ല ഹദീസു, അപ്പോൾ ഈ വിഷയത്തിൽ വരുന്ന ഹദീസുകൾ ഫകസീറത്തുൻ ജിദ്ദൻ, അതും ധാരാളമുണ്ട്. വഹിയ ഗൈറു മുൻഹസിറത്തിൻ, അത്
എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നതല്ല. മുൻഹസിറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യപ്പെടുത്താൻ കഴിയുന്നത് എന്നാണ്. ഗൈറു മുൻഹസിറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യപ്പെടുത്താൻ കഴിയാത്തത്, അപ്പോൾ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാകുന്നു. ഫനദ്കുറു ത്വറഫ മിൻഹ, അതിൽ നിന്ന് ഒരു ഭാഗം നാം പറയാം എന്നാണ്. അൽ-അവ്വലു, ഈ ബാബിലെ ഒന്നാമത്തെ ഹദീസ്. അൻ അബീ ദരിൻ ജുന്ദുബ് ബിൻ ജുനാദത റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുൽ അഅമാലി അഫ്ളലു ഖാല അൽ ഈമാനു ബില്ലാഹി വൽ ജിഹാദു ഫീ സബീലിഹി. ഈ ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂദർ റളിയല്ലാഹുവിൻ്റെ പേര് ജുന്ദുബ് ബിൻ ജുനാദത റളിയല്ലാഹു അൻഹു ഖാല, അവർ പറയാണ്, ഖുൽതു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അയ്യുൽ അഅമാലി അഫ്ളലു, അയ്യുൽ അഅമാലി, ഏത് കർമ്മമാണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലപ്പോഴും ഇങ്ങനെ ഏറ്റവും നല്ല കർമ്മം ഏതാണ്, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അതവർ ജീവിതത്തിൽ പകർത്താനും കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ജുന്ദുബ് ബിൻ ജുനാദ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഫ്ളലു, ഏത് അമലാണ്, സൽക്കർമ്മമാണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന്. ഖാല, അപ്പോൾ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഈമാനു ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. വൽ ജിഹാദു ഫീ സബീലിഹി, പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം നടത്തുക, ജിഹാദ് നടത്തുക എന്നുള്ളതുമാണ്. ഖുൽതു, അപ്പോൾ വീണ്ടും അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയ്യു റിഖാബി അഫ്ളലു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാണ് റിഖാബ് എന്ന് പറയുന്നത്. അയ്യു റിഖാബി, അടിമത്ത മോചനം നടത്തുന്നതിൽ ഏതാണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന്. ഖാല, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അംഫസുഹ ഇന്ദ അഹ്ലിഹ, നഫീസ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ളത് എന്നാണ്. അംഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏറ്റവും വിലപിടിപ്പുള്ളത്. അപ്പോൾ അംഫസുഹ ഇന്ദ അഹ്ലിഹ, ആ അടിമയുടെ യജമാനന്മാർ, അഹ്ലുകാർ പറഞ്ഞാൽ അവരുടെ ഉടമസ്ഥന്മാർ, ആ ഉടമസ്ഥന്മാരുടെ അടുക്കൽ ഏറ്റവും വില കൂടിയ അടിമ ഏതാണോ അവരെ മോചിപ്പിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം എന്നുള്ളത്. ഇവിടെ അടിമത്ത മോചനം എന്താണെന്ന് ചോദിക്കുന്നത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരമാണ് അടിമത്തം എന്നുള്ളത്. ഇസ്ലാം അതിന് അടിമയെ മോചിപ്പിക്കാനുള്ള പ്രോത്സാഹനങ്ങൾ ധാരാളമായി നൽകി. ആ അടിമയെ മോചിപ്പിക്കുന്ന സമയത്ത് വലിയ പ്രതിഫലം ഉണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സഹാബി ചോദിക്കുകയാണ്, അങ്ങനെ അടിമയെ മോചിപ്പിക്കുമ്പോൾ വലിയ പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ആരെ മോചിപ്പിച്ചാലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് മറുപടിയാണ് അംഫസുഹ ഇന്ദ അഹ്ലിഹ, അതിൻ്റെ ആ യജമാനന്മാരുടെ അടുക്കൽ ഏറ്റവും വില കൂടിയ അടിമയാരാണോ അവരെ മോചിപ്പിച്ചാലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക. വ അക്സറുഹ സമനൻ, അതുപോലെ തന്നെ അടിമയുടെ വില ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത് അവരെ മോചിപ്പിച്ചാലാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക. അപ്പോൾ പിന്നെ നഫീസ്, അംഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില പിടിപ്പുള്ളത് എന്ന്, അക്സർ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത്. അപ്പോൾ അക്സറുഹ സമൻ എന്ന് പറഞ്ഞാൽ വില വർദ്ധിച്ചതും അതിൻ്റെ യജമാനന്മാരുടെ അടുക്കിൽ ഏറ്റവും വില കൂടിയതുമായിരിക്കുന്ന അടിമയെ മോചിപ്പിച്ചാലാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. ഖുൽതു, അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചു, ഫ ഇൻ ലം അഫൽ, അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ, വില കൂടിയ ഒരു അടിമയൊക്കെ വാങ്ങി മോചിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ എന്നാണ്. ഖാല, ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, തുഈനു സാനിഅൻ ഔ തസ്നഉ ലി അഖ്റഖ, രണ്ട് കാര്യങ്ങളാണ്. ആന യുഈനു, തുഈനു എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നാണ്. തുഈനു സാനിഅൻ, ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ ഒരു തൊഴിൽ അറിയുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ അറിയുന്ന ഒരാളെ സഹായിക്കുക എന്നാണ് ഒന്നാമത്തതിൻ്റെ അർത്ഥം. അതായത് സ്വാനി എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥം വരുന്നത്. ഇവിടെ തൊഴീനു സാനിയൻ എന്ന് പറഞ്ഞാലാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്, കയ്യിൽ ഒരു കൈത്തൊഴിൽ അല്ലെങ്കിൽ ഒരു തൊഴിലുണ്ട്, അത് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നവനെ സഹായിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കൂടി ചേർത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് നേരെ മനസ്സിലാവുക. ഔ തസ്നഉ ലി അഖ്റഖ, അഖ്റഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വൃത്തിയിൽ ചെയ്യാൻ അറിയാത്ത ഒരാൾ,
അതതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാത്ത ഒരാൾ അവർക്ക് വേണ്ടി ആ പ്രവൃത്തി ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് രണ്ടും പാടെ കൂടി വെച്ച് നോക്കുമ്പോൾ അർത്ഥം നേരെ മനസ്സിലാവും. ഒരു പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതല്ല, വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവരെ ആ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ മേൽ സഹായിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഏത് പ്രവൃത്തി എന്നൊന്നുമില്ല, ഓപ്പണായിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ അവർക്കത് ചെയ്തു കൊടുക്കുകയാണ് നന്മ വരിക. എന്നാൽ വൃത്തിയിൽ ചെയ്യാൻ അറിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവരെ ആ ചെയ്യുന്നതിൻ്റെ മേൽ സഹായിച്ചു കൊടുക്കുക എന്നാണ് രണ്ട് ഭാഗം കൂടി കൂട്ടി വെക്കുമ്പോൾ അർത്ഥം വരുന്നത്. അപ്പോൾ തുഈനു സ്വാനിഅൻ, ഒരു കാര്യം വൃത്തിയിൽ ചെയ്യാൻ അറിയുന്ന ഒരാളെ സഹായിക്കുക. ഔ തസ്നഉ ലിഅഖറക, വൃത്തിയിൽ ചെയ്യാൻ അറിയാത്ത ഒരാളെ ആ പ്രവൃത്തി ചെയ്തു കൊടുത്തുകൊണ്ട് സഹായിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കായത്, ഏതൊരു പ്രവൃത്തിയിലും ചെയ്യാൻ അറിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവനെ സഹായിച്ചു കൊടുത്താൽ മതി. തീരെ ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ അവനെ സഹായിച്ചാൽ മതിയാവില്ല, അവന് ആ ഒരു പ്രവൃത്തി ചെയ്ത് കൊടുത്ത് സഹകരിക്കേണ്ടി വരും. അതിന് കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നാണ്. ഖുൽതു, ഞാൻ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അറഅയ്ത, നബി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. അറഅയ്ത എന്നർത്ഥം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. ഇൻ ലഉഫ്തു അൻ ബഅദിൽ അമലി, ഇൻ ലഉഫ്തു, ഞാൻ അശക്തനായി പോയാലോ, ബലഹീനനായി പോയാലോ, അൻ ബഅദിൽ അമലി, ചില പ്രവർത്തനങ്ങളെ തൊട്ട്. ഇപ്പോൾ ഒരാളെ പ്രവൃത്തിയിൽ സഹായിച്ചു കൊടുക്കുക എന്നോ ഒരാൾക്ക് പ്രവൃത്തി ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ ആ പ്രവൃത്തി അറിയുന്ന ആൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരാൾക്കുള്ളതാണ്. അപ്പം നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, ഇൻ ലഉഫ്തു, ഞാൻ ബലഹീനനായി പോയാൽ, അൻ ബഅദിൽ അമലി, ചില പ്രവർത്തനങ്ങളെ തൊട്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ എനിക്ക് കഴിയൂല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിൽപ്പെട്ട പലതിനെ തൊട്ടും എനിക്ക് കഴിയാതെ പോയി കഴിഞ്ഞാലോ എന്ന് പറഞ്ഞപ്പോൾ ആ നന്മയുടെ വ്യത്യസ്ത വഴികൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അവസാനത്തെ ഭാഗവും നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല തകുഫു ശർറക അനിന്നാസ്, അമലിനെ തൊട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഒരാളെ സഹായിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, തകുഫു ശർറക, നിന്റെ ഷെറ് നീ തടയുക, അനിന്നാസി, ജനങ്ങളെ തൊട്ട്. അതായത് നിന്റെ ഭാഗത്തിൽ നിന്ന് മറ്റൊരാൾക്ക് പ്രയാസങ്ങൾ വരുന്നത് നീ തടയുക. നിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസവും ഒരാൾക്കും ചെയ്യാതിരിക്കുക എന്നുള്ളതും ഒരു നന്മയാണ് എന്നുള്ളത്. കഫാറിനെ തടഞ്ഞു എന്നാണ്. അപ്പം നമ്മളുടെ ഷെറിനെ നമ്മൾ തടയാറിന് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഷെറ് ചെയ്യാതിരിക്കുക, മറ്റൊരാൾക്ക് ഉപദ്രവം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കുഫ എന്ന് പറഞ്ഞാൽ നീ തടയുക, ഷർറക്ക, നിന്റെ ഷെറിനെ, അനിന്നാസി, ജനങ്ങളെ തൊട്ട്. അപ്പം ജനങ്ങൾക്ക് നിന്റെ ഭാഗത്തുനിന്ന് ഒരു ഷെറും ജനങ്ങൾക്ക് ഏൽക്കാതെ നീ സംരക്ഷിക്കുക. ഫ ഇന്നഹ സദഖത്തുൻ, ഫ ഇന്നഹ, തീർച്ചയായിട്ടും അത് സദഖത്തുൻ മിങ്ക, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ധർമ്മമാണ്, സദഖയാകുന്നു എന്നുള്ളത്. അല നഫ്സിക, നിന്റെ നഫ്സിനോട് കാണിക്കുന്ന ഒരു സദഖയാണ്. അപ്പം നീ മറ്റുള്ള ഒരാൾക്ക് പ്രയാസം വരുത്താതിരിക്കുക എന്നുള്ളത് നിന്റെ ഭാഗത്തുനിന്ന് നിന്റെ ശരീരത്തോട് ചെയ്യുന്ന ഒരു ധർമ്മമാണ്. കാരണം ഒരാൾക്ക് പ്രയാസം വരുത്തി കഴിഞ്ഞാൽ എൻ്റെ പ്രയാസം വന്നു തീരെ നമ്മളുടെ ശരീരത്തിന് തന്നെയാണ്. അപ്പോൾ മറ്റൊരാൾക്ക് പ്രയാസം വരുത്താതിരിക്കുക എന്നുള്ളത് നിന്റെ ശരീരത്തോട് ചെയ്യുന്ന ധർമ്മമാണ്. ഇന്നഹ സദഖത്തു മിങ്ക, നിന്റെ ഭാഗത്തു നിന്നുള്ള ധർമ്മമാകുന്നു, അല നഫ്സിക, നിന്റെ ശരീരത്തോട് എന്ന്. ഇവിടെ ഇമാം നബി റഹ്മത്തുള്ളാഹി തന്നെയാണ് അസ്സാനിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിശദീകരിക്കുകയാണ്. അസ്സാനിയ എന്നുള്ളത് ബിസ്വാദി, സ്വാദ് കൊണ്ട്, അൽ മുഹമ്മലത്തി, പുള്ളിയില്ലാത്ത സ്വാദ്, അതുകൊണ്ടാണ് സ്വാനിയ വന്നിട്ടുള്ളത്. ഹദഹുൽ മഷ്ഹൂറു, ഹദീസിൽ പ്രസിദ്ധമായിട്ടുള്ളത് ഇങ്ങനെയാണ് എന്നുള്ളത്. റുവിയ, എന്നാൽ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ലായി അൻ, ഈ സാനി അൻ എന്നുള്ളിടത്ത് ലായി അൻ എന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ലായി അൻ എന്ന് പറഞ്ഞാൽ ഐ ലിയാഇൻ മിൻ ഫഖീരിൻ വഇയാലിൻ, സന്താനങ്ങളും ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നും വന്നിട്ടുണ്ട്. വനഹദാലിക്ക് അതുപോലൊത്തു. വൽ അഖ്റഖ്, അഖ്റഖ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അല്ലദീ ലാ യുത്ഖിനു മാ യുഹാവിലു ഫിഅലുഹു, ലാ യുത്ഖിനു, വൃത്തിയായി ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു പ്രവൃത്തി സൂക്ഷ്മമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഏത് പ്രവൃത്തി? മാ യുഹാവിലു ഫിഅലുഹു,
പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അത് വൃത്തിയിൽ ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ആൾക്കാണ് അഹ്റക്ക് എന്ന് പറയാം. അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അത് കൃത്യമായിട്ട് വൃത്തിയിൽ ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് അത് ചെയ്തു കൊടുക്കുക എന്നർത്ഥം വരും. അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം സൂക്ഷ്മമായി വൃത്തിയിൽ ചെയ്യാൻ കഴിയാത്ത ഒരാളെ ഒരാൾക്കാണ് അഹ്റക്ക് എന്ന് പറയുക. അവരെ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് ഹദീസിലുള്ളത്. ഇനി ഈ ബാബിലെ രണ്ടാമത്തെ ഹദീസ് അൻ അബീദരിൻ ഐദൻ. ഈ ഹദീസും അബൂദർ റളിയല്ലാഹു അൻഹു തൊട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സദഖത്തൻ ഫകുല്ലു തസ്ബീഹത്തിൻ സദഖത്തുൻ വകുല്ലു തഹ്മീദത്തിൻ സദഖത്തുൻ വകുല്ലു തഹ്ലീലത്തിൻ സദഖത്തുൻ വകുല്ലു തക്ബീറത്തിൻ സദഖത്തുൻ വഅംറുൻ ബിൽ മഅറൂഫി സദഖത്തുൻ വനഹിയുൻ അനിൽ മുൻകരി സദഖത്തുൻ വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനൽ ളുഹാ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഒരു ഹദീസ്. റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സദഖത്തുൻ. അസ്ബഹ എന്ന് കഴിഞ്ഞാൽ രാവിലെ ആയി എന്നൊരു കാര്യത്തിലാണ്. നേരം ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയേണ്ടത്. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അലാ കുല്ലി സുലാമ, ഓരോ സന്ധികളുടെ മേലിലും മിൻ അഹദിക്കും, നിങ്ങളുടെ സദഖത്തുൻ, ദാനമുണ്ട്. അതായത് നമ്മൾക്ക് ശരീരത്തിൽ എത്ര സന്ധികളുണ്ടോ ആ ഓരോ സന്ധികളുടെ മേലിലും ഓരോ ദിവസം നേരം പുലരുമ്പോഴും നമ്മൾ അല്ലാഹുവിന് ധർമ്മം കൊടുക്കേണ്ടതുണ്ട്, അതിൻ്റെ കണക്കനുസരിച്ച്. യുസ്ബിഹു അലാ കുല്ലി സുലാമ, ഓരോ സന്ധികളുടെ മേലിലും ഓരോ പ്രഭാതത്തിലുമാകുന്നുണ്ട് മിൻ അഹദിക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും എന്നർത്ഥം സദഖത്തുൻ, ധർമ്മമുണ്ട്, സദഖ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ആ സദഖ? ഫകുല്ലു തസ്ബീഹത്തിൻ, ഓരോ തസ്ബീഹുകളും, അതായത് സുബ്ഹാനല്ലാഹ് എന്ന് പറയലുകളും സദഖത്തുൻ, ധർമ്മമാക്കുന്നു. വകുല്ലു തഹ്മീദത്തിൻ, എല്ലാ അൽഹംദുലില്ലാ എന്ന് പറയലും, തഹ്മീദ് ഇല്ല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും, സദഖത്തുൻ, അതും ദാനമാകുന്നു. വകുല്ലു തഹ്ലീലത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്നതിനാണ് തഹ്ലീൽ ചെല്ലുക എന്ന് പറയാം. ഓരോ തഹ്ലീലുകളും സദഖത്തുൻ, ധർമ്മമാകുന്നു. വകുല്ലു തക്ബീറത്തിൻ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനാണ് തക്ബീർ ചൊല്ലുക. വകുല്ലു തക്ബീറത്തിൻ, എല്ലാ തക്ബീറുകളും സദഖത്തുൻ, ദാനമാകുന്നു. അംറും ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് സദഖത്തുൻ, ദാനമാകുന്നു. നഹിയുൻ അനിൽ മുങ്കരി, ചീത്ത വിരോധിക്കുക എന്നുള്ളത് സദഖത്തുൻ, ദാനമാകുന്നു. വയുജ്സിഉ മിൻ ദാലിക, ഇതിൽ നിന്ന് മതിയാകുന്നതാണ്, ഇതിനെല്ലാം പകരമാകുന്നതാണ്, മതിയാകുന്നതാണ് റകഅതാനി, 2 റകഅത്ത്, യർകഉഹുമ, അതിനെ നിസ്കരിക്കുന്നതാണ്, മിനൽ ളുഹാ, ളുഹയിൽ നിന്ന്. അപ്പോൾ ഓരോ ദിവസവും നേരം പുലരുന്ന സമയത്ത് മനുഷ്യരായ നമ്മുടെ ശരീരത്തിൽ എത്ര കണ്ട് സന്ധികളുണ്ടോ ഓരോ സന്ധിക്കും പകരമായിട്ട് അല്ലാഹുവിന് ധർമ്മം കൊടുക്കേണ്ടതുണ്ട്, സദഖ കൊടുക്കേണ്ടതുണ്ട്. ആ സദഖ, ഓരോ തസ്ബീഹും സദഖയാണ്, ഓരോ തഹ്മീദ് അൽഹംദുലില്ലാ എന്ന് പറയൽ സദഖയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൽ സദഖയാണ്, തക്ബീർ സദഖയാണ്, നന്മ കൊണ്ട് കൽപ്പിക്കൽ സദഖയാണ്, തിന്മ വിരോധിക്കൽ സദഖയാണ് എന്ന് പറഞ്ഞിട്ട് വയുജ്സിഉ, മതിയാകുന്നതാണ്, മിൻ ദാലിക, ഇതിന് പകരമായിട്ട് റകഅത്താനി, 2 റകഅത്ത്, യർകഉഹുമ, അവൻ നിസ്കരിക്കുന്നതാണ്, മിനൽ ളുഹാ, ളുഹയിൽ നിന്ന്. അപ്പോൾ ളുഹ 2 റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിലുള്ള ഓരോ സന്ധികൾക്കും പകരമുള്ള സദഖ അല്ലെങ്കിൽ ധർമ്മം അത് ആവുന്നതാണ്, അത് മതിയാവുന്നതാണ്. അസ്സുലാമ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അവിടെ വിശദീകരിക്കുകയാണ്. ബി ലമ്മി സീനി അൽ മുഹ്മലത്തി, പുള്ളിയില്ലാത്ത സീന് കൊണ്ട് ലമ്മായിട്ട് സുലാമ എന്നാ പറയാം. വ തഖ്ഫീഫിൽ ലാമി, ലാമിന് തഖ്ഫീഫ് ചെയ്തിട്ടും, വ ഫതഹിൽ മീമി, മീമിന് ഫതഹായിട്ടുമാണ്. അതിൻ്റെ അർത്ഥം അൽ മഫ്സലു, സന്ധി എന്നാണ്. അപ്പോൾ യുസ്ബിഹു അലാ കുല്ലി സുലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സന്ധിക്കും പ്രഭാതത്തിൽ ധർമ്മം കൊടുക്കേണ്ടതുണ്ട്. നാം ചെയ്യുന്ന ഓരോ തസ്ബീഹുകളും തഹ്മീദുകളും അതിനുള്ള ധർമ്മമായിട്ടാണ് വരിക. എന്നാൽ ഇതിനെല്ലാം മതിയാവുന്നത് 2 റകഅത്ത് ദുഹ നിസ്കാരമാകുന്നു. ഇനി അസ്സാലിസു, ഇതിൽ നിന്ന് ഈ ബാബിലെ 3-ാമത്തെ ഹദീസ് അൻഹു, വീണ്ടും അബൂദർ റളിയല്ലാഹു അൻഹു തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഉരിളത് അലയ്യ അഅമാലു ഉമ്മത്തി. ഉരിള പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേൽ കാണിക്കപ്പെട്ടു, പ്രദർശിപ്പിക്കപ്പെട്ടു എന്നാണ്. ഉരിളത് അലയ്യ എനിക്ക് കാണിക്കപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അഅമാലു ഉമ്മത്തി എൻ്റെ സമുദായത്തിൻ്റെ, എൻ്റെ ഉമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ. ഹസനുഹ അമാൽ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അമാൽ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു. ഹസനുഹ അതിലെ നല്ല പ്രവർത്തനങ്ങളും അള്ളാഹു കാണിച്ചു തന്നു. വസയ്യുഹ ചീത്ത പ്രവർത്തനങ്ങളും അള്ളാഹു കാണിച്ചു തന്നു. ഫവജത്തു അപ്പം ഞാൻ എത്തിച്ചു ഫി മഹാസിനി അമാലിഹ അതിലെ സൽക്കർമ്മങ്ങളുടെ ലിസ്റ്റിൽ. മഹാസിനി എന്ന നല്ല കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളുടെ ലിസ്റ്റിൽ എത്തിച്ചു. അൽ അദാ യുമാത്തു അനിത്വരീഖി വഴിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന പ്രയാസങ്ങളെ. ഒരാൾ വഴിയിൽ ഒരു വഴിയാത്രക്കാരന് പ്രയാസമാകുന്ന, ബുദ്ധിമുട്ടാകുന്ന എന്തെങ്കിലും കടക്കുന്നത് കണ്ടാൽ അത് വഴിയിൽ നിന്ന് എടുത്തു നീക്കുന്ന ഒരു നന്മ, അതും ആ നന്മയുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടു. ഫവജത്തു ഫി മഹാസിനി അമാലിഹ സൽക്കർമ്മങ്ങളുടെ, നല്ല കർമ്മങ്ങളുടെ, മഹാസിൻ എന്ന് പറഞ്ഞാൽ നല്ല കർമ്മങ്ങളുടെ, നല്ലതായ അമാൽ കർമ്മങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ കണ്ടു. അൽ അദാ ബുദ്ധിമുട്ടിനെ, യുമാത്തു അതിനെ നീക്കം ചെയ്യുന്നുണ്ട്, അനിത്വരീക്ക് വഴിയെ തൊട്ട്. അപ്പോൾ വഴിയിലുള്ള പ്രയാസത്തെ എടുത്തു മാറ്റി ഒഴിവാക്കുക എന്നുള്ളത് ആ നല്ല പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടു. ഓ വജത്തു ഞാൻ എത്തിച്ചു ഫി മസാവി അമാലിഹ മോശമായ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ അന്നുഖാഅത്തു കഫം തക്കൂനു ഫിൽ മസ്ജിദി അത് പള്ളിയിലിടുന്നതാണ്. ലാ തുദുഫനു അതിനെ മറവ് ചെയ്യൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ മാർബിളൊന്നുമില്ല, മണൽ പരന്ന് കിടക്കുന്ന പള്ളിയുടെ അകങ്ങളാണുള്ളത്. അപ്പോൾ ആ പള്ളിയുടെ അകങ്ങളിൽ ആരെങ്കിലും കഫം തുപ്പിക്കഴിഞ്ഞാൽ അത് മണൽ കൊണ്ടൊന്ന് മറവ് ചെയ്തിടുക എന്നുള്ളതാണ് പതിവ്. യുദുഫനു എന്നാണ് മറവ് ചെയ്യുക. ലാ തുദുഫനു പറഞ്ഞു കഴിഞ്ഞാൽ കഫം തുപ്പിയിട്ട് അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, മണൽ കൊണ്ടൊന്നും മറച്ച് ഇട്ടിട്ടില്ല, മറവ് ചെയ്തിട്ടിട്ടില്ല. അങ്ങനെ ഇടുന്ന ആ ഒരു നിസ്സാരമായി കാണുന്ന കാര്യം അത് ചീത്ത പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടു. എന്നാൽ മനുഷ്യർ ചെറുതായി കാണുന്ന വഴിയിലെ പ്രയാസങ്ങൾ നീക്കുക എന്നുള്ളത് നല്ല പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലും ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉരിളത് അലയ്യ എനിക്ക് കാണിക്കപ്പെട്ടു അഅമാലു ഉമ്മത്തി എൻ്റെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളെ. ഹസനുഹ വസയ്യുഹ നല്ലതും ചീത്തയും. ആ നല്ലതിൽ വഴിയിലുള്ള ബുദ്ധിമുട്ടുകളെ നീക്കുക എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചീത്ത പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ പള്ളിയിൽ ഒരാൾ കഫം തുപ്പിക്കഴിഞ്ഞാൽ അത് മറവ് ചെയ്യാതെ വിട്ടേച്ചു പോകുന്ന ആ പ്രവൃത്തി ചീത്ത പ്രവൃത്തിയുടെ കൂട്ടത്തിലും കണ്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി ഇതിലെ 4-ാമത്തെ ഹദീസാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുക.